ശബരിമല സ്വർണ്ണക്കൊള്ളയെ ചെന്നൈയിലെ വ്യവസായിയെ കേന്ദ്രീകരിച്ച് SIT അന്വേഷണം നടത്താൻ പോകുന്നു. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ഒരാളാണ് ഈ വ്യവസായി. അതേസമയം ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധൻ പ്രായശ്ചിത്തമായി നൽകിയ 10 പവന്റെ മാല കേന്ദ്രീകരിച്ചും അന്വേഷണത്തിന് നീക്കമുണ്ട്. ഷബീദ് റാവുത്തർ ബ്രേക്കിംഗ് ന്യൂസുമായി നമുക്കൊപ്പം ചേരുകയാണ് ഈ മോർണിംഗ് ഷോയിൽ. ഷബീദ്, ഈ വ്യവസായി ആരാണെന്ന് നമുക്ക് മനസ്സിലായോ? ഈ വ്യവസായി കേരളീയനാണോ അതോ അന്യസംസ്ഥാനക്കാരനാണോ? കൂടുതൽ വിവരങ്ങൾ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഈ കേരളവുമായി ബന്ധമുള്ള ചെന്നൈയിലെ ഒരു വ്യവസായിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതായത് ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകളുടെ അറസ്റ്റിലേക്ക് അടക്കം കടക്കാനാണ് നിലവിൽ ഇപ്പോൾ SIT തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈയിലെ വ്യവസായിയെ കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനുള്ള നീക്കം അത് SIT നടത്തുന്നത്. പക്ഷേ ഇന്ന് തന്നെ ആ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നേരത്തെ നമ്മൾ മോർണിംഗ് ഷോയിൽ തന്നെ പറഞ്ഞത് കൽപേഷിനെ ഉടൻ തന്നെ കസ്റ്റഡി എടുത്തേക്കുമെന്നുള്ളതാണ്. ആ രീതിയിലുള്ള നീക്കങ്ങളും അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. നേരത്തെ ഈ പങ്കജ് ഭണ്ഡാരിയും അതേപോലെ ഗോവർദ്ധനെയും വിളിച്ചു വരുത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലൊക്കെയാണ് അറസ്റ്റിലേക്ക് കടന്നതെങ്കിൽ ഇപ്പോൾ നിർണായക നീക്കത്തിലേക്ക്, അതായത് കോടതിയുടെ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ആ പരാമർശത്തിന് പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം കണ്ടെത്താൻ നിർണായകമായ നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധമുള്ള ചെന്നൈയിലെ ഒരു വ്യവസായിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കുന്നത്. ഇയാളുടെ വിവരശേഖരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം അത് അന്വേഷണ സംഘം നടത്തുകയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് എന്താണ് ശരിക്കും കാരണം, എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായി അറിയാവുന്ന ഇയാളാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് സംശയം. അതിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇക്കാര്യത്തിലെ വാർത്ത എന്ന് പറയുന്നത് നേരത്തെ നമ്മളൊരു പോയിന്റ് പോലെ സൂചിപ്പിച്ചിരുന്നു. അതായത് ഈ പങ്കജ് ഭണ്ഡാരി, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ ഇവർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലെ 2019 സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ള അതുമായി ബന്ധപ്പെട്ടോ മാത്രമല്ല ഇവർ തമ്മിലുള്ള അടുപ്പം. അതിനു മുൻപേ, വർഷങ്ങൾക്ക് മുൻപേ ഇവർ 3 പേരും തമ്മിൽ അടുപ്പമുണ്ടെന്നും ഇവർക്ക് ബിസിനസ് ഇടപാടുകൾ ഉണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ വിവരമായി ശേഖരിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു അപ്ഡേഷൻ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഗോവർദ്ധൻ തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയ ഒരു മൊഴി, ഈ ശബരിമലയിലെ സ്വർണം റിസീവ് ചെയ്തതിനു ശേഷം അതിന്റെ പ്രായശ്ചിത്തമായി അല്ലെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തം എന്നോണം ഈ ഒരു മണിമാല അത് മാളികപ്പുറത്ത് നൽകിയിരുന്നു. 10 പവൻ വരുന്ന ഒരു മണിമാല നൽകിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ മണിമാലയെ കേന്ദ്രീകരിച്ചും അന്വേഷണ സംഘം ഇപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആ മണിമാല മഹസറിലടക്കം രേഖപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ട്. കാരണം കുറെ കാലം അത് കയ്യിൽ വെച്ച ശേഷമാണത് മഹസറിൽ രേഖപ്പെടുത്തിയെന്നൊക്കെയുള്ള കണ്ടെത്തൽ അത് അന്വേഷണ സംഘം കടത്തുന്നു. അങ്ങനെ 3 പ്രധാനപ്പെട്ട അപ്ഡേഷൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോഴും വളരെ നിർണായകമായ ഒരു ചോദ്യം അത് അവശേഷിക്കുകയാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി, കട്ടിളപ്പാളി, ഇവിടെ നിന്ന് ഇളക്കിയെടുത്ത സ്വർണം ആക്ച്വലി എന്ത് ചെയ്തു, ആ പാളികൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഉത്തരം വഴിമുട്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞത് ഗോവർദ്ധനിൽ നിന്നും പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലേതാണെന്ന് ഉറപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സാധാരണ വിശ്വാസികൾക്ക്, മലയാളികളുടെ മനസ്സിൽ ഉയരുന്നൊരു ചോദ്യം, അപ്പോൾ ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം എവിടെ എന്നുള്ള ഉത്തരം കണ്ടെത്താൻ ഇതുവരെയും SITക്ക് കഴിഞ്ഞിട്ടില്ല. ചില തെളിവുകളൊക്കെ അവരുടെ പക്കലുണ്ടെങ്കിൽ പോലും സ്വർണം എന്ത് ചെയ്തു, സ്വർണ്ണ പാളികൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് SITക്ക് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. എന്തായാലും പെട്ടെന്നൊരു ട്വിസ്റ്റ് വരികയാണ്. താങ്ക് യു ഷബീദ് റാവുത്തർ. ഒരു വ്യവസായി, തമിഴ്നാട്ടിലെ ഒരു വ്യവസായിക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന രീതിയിൽ വരുന്നു. മാത്രമല്ല ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും എല്ലാം കൂടി ഒരു കറക്ക് കമ്പനി ആയിരുന്നു എന്ന് പോലും ഇപ്പോൾ SITക്ക് സംശയമുണ്ട്. കൂടുതൽ അന്വേഷണം നടക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.